അസ്സലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്നും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം മുത്തുബാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇന്ന് വീഡിയോസായിട്ട് എടുക്കാൻ തന്നെ ഇല്ലായിരുന്നു. അപ്പം കൂട്ടുകാരുടെ മുന്നിൽ വരണ്ടേന്ന് ഓർത്ത് മാത്രം ചെറിയൊരു വീഡിയോ ഇട്ടേക്കാണ് കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ ഇന്ന് വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ തന്നെ അത് പറയാൻ പറ്റില്ല കേട്ടോ. 2 ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് 2 ദിവസത്തേക്ക് കാറ്ററിങ്ങിന്റെ പരിപാടികളൊന്നും ഏറ്റിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് വളരെ താമസമാണ് എഴുന്നേറ്റത്. അപ്പൊ രാവിലെ തന്നെ അന്ന് കഞ്ഞിയുടെ പരിപാടിയിൽ നിന്ന് തുടങ്ങാന്ന് ഓർത്തുകൊണ്ട് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് കഞ്ഞിയുടെ വെള്ളം വെച്ചു കൊടുക്കാം കേട്ടോ. ഇന്ന് ഇച്ചിരി മുഴുത്ത കാലത്തിലാണ് വെക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് മക്കളെല്ലാരും വീട്ടിലുണ്ടല്ലോ. അപ്പം അല്ലാത്ത ദിവസം നമുക്ക് ചെറിയ കലം മതി കേട്ടോ. അപ്പൊ നമുക്ക് രാവിലെ തന്നെ കഞ്ഞിയുടെ വെള്ളം വെച്ചു കൊടുക്കാം. പിന്നെ ഇനിയിപ്പൊ കാപ്പി ഉണ്ടാക്കണം. നല്ല പനി ഉണ്ടോ. കേറ്ററിങ്ങിന്റെ പരിപാടിയല്ലേ ഇന്ന്. ഇന്ന് പാൽ ചായ ഒന്നല്ല കേട്ടോ. ഇന്ന് കട്ടൻ ചായയാണ്. 2 ദിവസമായി കടയിലൊക്കെ പോയിട്ട്. അപ്പൊ പാലൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് കട്ടൻ ചായയാണ്. റസ്ക് ഇതൊരു ശീലമാണ് കേട്ടോ. 2 റസ്ക്. റസ്ക് തന്നെ വേണമെന്നില്ല കേട്ടോ. കടലയൊക്കെ തിന്നും കേട്ടോ ഞാൻ രാവിലെ. നല്ല ചൂട്. പനി എല്ലാവരും വളരെ അധികം സൂക്ഷിക്കാൻ കേട്ടോ. മരുന്ന് കഴിച്ചു, ഇഞ്ചക്ഷൻ എടുത്ത് മടുത്തു. അതുപോലെ ക്ഷീണമാണ് കേട്ടോ. പനി വന്നാൽ മാറത്തില്ല. ദേഹവേദനയും സോക്സ് വരെ ഇട്ടിട്ട് തണുപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ല. തണുപ്പിന്റെ അങ്ങേയറ്റമാണ് ഇവിടെ. ഈയിടെ സാമ്പാർ വെച്ചതിന്റെ ബാക്കി എന്തൊക്കെയോ ഇച്ചിരി കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. രാവിലെ എന്നാൽ അതൊരു കറി വെക്കാന്ന് പറഞ്ഞത്. എളുപ്പമുണ്ടല്ലോ. കിടക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ല ക്ഷീണമുണ്ട്. അന്ന് എളുപ്പമുള്ള എന്തെങ്കിലും ഇച്ചിരി കറിയും കഞ്ഞിയും വെച്ച് 2 പൂരിയോ ചപ്പാത്തിയോ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും മക്കൾക്ക്. അടുപ്പിൽ ചിരട്ട വെച്ചോണ്ടിരുന്ന് ഇറക്കുന്ന ഒച്ചയാണത്. മുരിങ്ങയ്ക്കൊക്കെ വാടിപ്പോയി. ഉള്ള കഷ്ണമെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒരു അരിപ്പുലുത്ത് അത് തട്ടിക്കിഴങ്ങും മത്തങ്ങയുടെ സൈഡൊക്കെ പോയി തുടങ്ങി. അതെല്ലാം കൂടെ ഇട്ടൊരു തട്ടിക്കൂട്ടുണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജൊക്കെ ഇന്നൊന്നും വൃത്തിയാക്കാന്ന് ഓർത്തിരിക്കുന്ന കേട്ടോ. അതെല്ലാം കൂടെ ഞാൻ എടുത്ത് എടുക്കട്ടെ. എത്രയും പെട്ടെന്ന് പണി തീർത്തിട്ട് കുറച്ച് നേരം കിടക്കാന്ന് ഓർത്തോണ്ടാണ് കേട്ടോ. അതുപോലെ ക്ഷീണമാണ് കേട്ടോ. നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ശരീരം തളർന്നിട്ടും അതുപോലെ തന്നെ തലകറക്കും. പിന്നെ എളുപ്പമുള്ള കറികൾ മാത്രമേ വെക്കുന്നുള്ളൂ. ആരാ നോക്കിയ മോനെ? അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം മഴയൊക്കെ തോർന്ന് ഒരുതായിട്ടോ. മുറ്റം തൂക്കാന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. നമ്മുടെ റോസയിലൊക്കെ ഉണ്ട്. റോസാപ്പൂ എന്താണ് പൂക്കൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയല്ല കണ്ടോ. അതിലെല്ലാം നല്ല റോസാപ്പൂവായി കണ്ടോ. വിരിഞ്ഞ് വരുന്ന ഇങ്ങോട്ട് പറിച്ച് മാറ്റി വെച്ചോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് ചെറിയൊരു വാട്ടം പിടിച്ച് ഈ റോസയ്ക്ക്. എൻ്റെ ഓറഞ്ച് ബഡ് റോസയിലതേ ഒരു മുട്ട് വന്നു കേട്ടോ. ഓറഞ്ച് റോസയാണ്, ബഡ് റോസയത്.
ഇതിനകത്തൊരു മുട്ട വന്നിട്ടുണ്ട്. ഞാനേ കുറച്ച് പയറ് വിത്ത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ദിവസങ്ങൾ എത്രയാണെന്ന് നടത്തറിയോ, അന്ന് തുടങ്ങിയ മഴയാണ്. കുറച്ച് ചെടി നടാൻ, കുറച്ച് വിത്തുകളൊക്കെ നടാൻ വേണ്ടി കവറുകളും മേടിച്ചു കേട്ടോ. ഈ മഴ തോർന്നിട്ട് ഇതൊന്നും നടക്കും തോന്നില്ല. ഇന്നെന്താണെങ്കിലും കുറച്ച് തോർച്ചയുണ്ട്, നോക്കാം. അല്പം തോർന്നൊക്കെ നിൽക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ സാമ്പാർ വെപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറ് വെച്ചു, സാമ്പാർ വെച്ചു, അതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ വന്ന് അതൊക്കെ പിടിച്ചു. അതേ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ. നമ്മുടെ കറണ്ട് പോയതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല വീഡിയോസ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നത് ഒന്നും നടക്കുകയല്ലോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാം ചപ്പാത്തിയും സാമ്പാറും കൂടെ കേട്ടോ. ഒരു കോമ്പിനേഷനും ഇല്ലാത്തതല്ലേ ചപ്പാത്തി സാമ്പാർ. എന്താ ഞങ്ങൾ ചപ്പാത്തി സാമ്പാറും കഴിക്കാൻ പോണേ. ചെറുക്കം വലിയ പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഈ ഷീറ്റ് ജോയിൻ്റ് ആകുകയല്ലേ, അവിടെ ഇങ്ങനെ വെള്ളം വീഴുമല്ലോ, പെര നിറച്ചും വെള്ളം വീഴും കേട്ടോ മഴ കാരണം. അപ്പം എന്തേ പ്ലാസ്റ്റിക്കും ഉണ്ട്, പെരമണ്ടലിടുകയാണേ. അവിടെ ഭയങ്കര പരിപാടിയാണ് കേട്ടോ. ഷീറ്റ് അപ്പോൾ തികയല്ലേ, അപ്പോൾ ആ പ്ലാസ്റ്റിക് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇടാമെന്ന് ഓർത്തുകൊണ്ട് ചെയ്യണം. ഇത് അടുത്ത മഴക്കാറൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ കൊച്ചു കൊട്ടാരം. അങ്ങോട്ട് പണിയാൻ കിടക്കുകയാണ് കേട്ടോ. ഇനി ഏത് കാലത്ത് പണിയൊന്നും അറിയത്തില്ല. ഇനി നമ്മുടെ വിറക് വെച്ച സ്ഥലം, യൂണിഫോമൊക്കെ ഉണങ്ങി കിടക്കുക കേട്ടോ. അല്ല ഈ പടുത എടുത്തിടായിരുന്നു. അല്ല ഇത് ഒത്തിരി വലുതല്ലോ ചേട്ടാ, ഇത് ഒത്തിരി വലുതാണ്. ഇത് ഇവിടെ ഇങ്ങനെ കെട്ടി മറച്ച് വെച്ചിരുന്ന പടുതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടുക. ഇത്രയും ഭാഗമുണ്ട് നമുക്കിനി തേക്കാമെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലായിടും തേച്ചു കേട്ടോ. ഇതിവിടെ ഇനി പണിതിട്ട് തേക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇറങ്ങ, പതി ഇറങ്ങണേ, ഇറങ്ങടാ. അവനിറങ്ങാൻ വയ്യ, പതിയെ, എനിക്ക് പേടിയാവുന്നു. കൊച്ചണ്ണേ വലിച്ചണേ. ഇതാണ് അവസ്ഥ. തോർന്നു നിന്നതിലും 10 ഇരട്ടി ശക്തിയോടെ ദാ മഴ പെയ്യും. നോക്കിയേ, മരങ്ങളൊക്കെ കിടന്ന് കൊടുങ്ങാണ്. എന്താ ചെയ്യുക, ഇത് നോക്കിക്കേ അവസ്ഥ കാണണമെങ്കിൽ. ഇനിയിപ്പോൾ അത് പണിയത്, അവിടെ ഇല കുടുങ്ങിയിട്ട് വെള്ളം തിരുവി ചാടും. മഴ കാരണം മുറ്റത്ത് നിൽക്കാൻ വയ്യ, പെരയ്ക്കകത്തും നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. റോസയൊക്കെ ദേ നമ്മളെ 4 മണിയായപ്പോഴത്തേക്ക് വലിയൊരു പരിപാടി ചെയ്യുക കേട്ടോ. വീഡിയോസ് എടുക്കാനൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ മഴയായിരുന്നു, പെരയ്ക്കാതിരിക്കുക, പനിയും പിടിച്ച് കിടപ്പ് തന്നെ കേട്ടോ. അപ്പം ഓടിച്ചാടി ജോലിയും ചെയ്ത് നടന്നിട്ടെ ഈ കിടപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഇന്നലെ ഒന്ന് ഇടിച്ചൂത്തി വീഴുകയും ചെയ്തേ. നടുവിനൊന്ന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ വീഡിയോ കൂടെ ചെയ്തപ്പോൾ നടുവിന് ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ ഇനി ഇരിക്കുന്നത്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വെച്ച ചോറ് വെള്ളരിച്ചോറായിരുന്നു കേട്ടോ. ആരും കറിയാക്കി കമ്മിട്ടൊന്നും ഇടല്ലേ. അപ്പം ആ ചോറുണ്ടല്ലോ ഇച്ചിരി വെന്ത് പോയി. അപ്പം എല്ലാവർക്കും കഴിക്കാൻ മടിയെ. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് നോക്കാൻ പറയാം. ശർക്കരയൊക്കെ ഇരിപ്പുണ്ട്. വരുന്ന മോളെ ശർക്കര ഇരിപ്പുണ്ട്. അപ്പം ഞാനന്ന് ഉരുക്കി പൊടിച്ച് ഇച്ചിരി അണ്ടിപ്പരിപ്പും കശുവണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ടിട്ട് പായസം പോലെ ആക്കാൻ വിചാരിച്ചു. ഇത് വെച്ച് നോക്കാം എങ്ങനെയാണ്. അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് അങ്ങനെ. അപ്പം ഇന്നും അങ്ങനെ തന്നെ വെക്കാനുള്ള ശ്രമത്തിലാണ്. എന്തോ അടി അപ്പോഴേ നമ്മള് ശർക്കര ഉരുക്കി അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താ ഇത് കണ്ടില്ലേ, ഉച്ചക്ക് വെച്ച ചോറാണേ. അപ്പൊ എന്ത് പറയുന്നത് ആരും കഴിച്ചില്ല കേട്ടോ.
ഇതിൽ താമസിച്ച് ചപ്പാത്തി കഴിച്ചുകൊണ്ട് ആർക്കും വേണ്ട. അപ്പം ഞാൻ ഓർക്കുന്ന എന്താ കളയാൻ പറ്റുമല്ലോ, ഇത്ര ചോറല്ലേ. അപ്പം ഇങ്ങനെ കൊടുത്താൽ ചോറും വേസ്റ്റ് ആവുകയില്ല, ഒരു ചെറിയൊരു പായസം പോലെ ആവുകയും ചെയ്യും. അപ്പം ഈ ചോറ് വെച്ചിട്ട് കൊടുക്കും. അപ്പം തവിയിൽ നിന്ന് തന്നെ ഇളകാൻ പാടാണ്. ഇടയ്ക്ക് നമ്മുടെ കറണ്ടൊക്കെ പോയായിരുന്നേ. അപ്പോഴത്തേക്ക് പിന്നെ അതേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതുണ്ട് നമ്മുടെ അതേ പായസം ഏകദാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇച്ചിരി കൂടെ ഒന്ന് ഇതായച്ചാൽ മതി. കണ്ടില്ലേ, തേങ്ങയൊക്കെ വറക്കാൻ വെച്ചു കേട്ടോ. തേങ്ങ വറക്കാൻ ഇട്ടു. അങ്ങനെ കടല എടുത്ത് വെച്ചു. കശുവണ്ടി മുന്തിരിയില്ല കേട്ടോ, കുറച്ച് 1-2 കശുവണ്ടി ഉണ്ട്, അതുകൂടെ എടുക്കണം. ഇത് തേങ്ങ വറുത്തെടുത്തിട്ടാട്ടെ. പിന്നെ ഏലക്കയും ജീരകമൊക്കെ പൊടിച്ചൊക്കെ വെച്ചു കേട്ടോ. തേങ്ങയൊക്കെ ഉണ്ടല്ലോ ഒരുവിധം മൂത്ത് തുടങ്ങിയത് കൊണ്ടാവും. നമുക്ക് അതിലേക്ക് തന്നെ കടലയും ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് കശുവണ്ടി ഉള്ളൂ, നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാതെ. നമുക്കിത് ഏലക്കയും ജീരകയും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും ജീരകം നല്ലവണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറെ ഇട്ട് ഇത് പച്ചരിയാണോ വെള്ളരിയാണോ എന്നാരെങ്കിലും കണ്ടുപിടിക്കുക. അത് വെള്ളരി ചോറും കൊണ്ട് പായസം വെക്കും. ഇപ്പോഴേ ഇതാ നമ്മൾ ഇതെല്ലാം കൂടെ വറുത്തെടുത്ത് കേട്ടോ. ജോലി ചേർത്ത് പോയി. കശുവണ്ടിയും ഇതെല്ലാം കൂടെ വറുത്തെടുത്ത്, കശുവണ്ടി, കടല, പിന്നെ തേങ്ങാക്കൊത്ത്, നമുക്കതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതെ. വളരെ എളുപ്പം പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ടില്ലേ, പാലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പാലും ചേർത്ത് കൊടുത്തിട്ടില്ലേ. ഉള്ളത് വെച്ച് പിള്ളേരെ പറ്റിക്കും കേട്ടോ. നമ്മുടെ പായസം റെഡി. അപ്പം എന്താ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസം എന്നൊരു പേരുമായി, പിള്ളേരെ പറ്റിക്കുകയും ചെയ്യാം. നമ്മുടെ ചോറ് വേസ്റ്റ് ആകത്തുമില്ല കേട്ടോ. ഇതാ നമുക്കിനൊരു പ്ലേറ്റിലേക്ക്, നല്ല ചൂടാണ്, ഇച്ചിരി ഒന്നെടുത്ത് തണുക്കാൻ എടുക്കാം. കണ്ട ഇതാ. അപ്പം എന്താ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. തട്ടിക്കൂട്ട് പായസമാണല്ലോ, കൊള്ളാം. ചൂട് പോട്ടെ, ചൂടാണ്, എന്നാലും മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളിയാണ്. കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേ കടിച്ചാൽ എടുത്ത് വെച്ചായിരുന്നേ. ഇതിൻ്റെയൊക്കെ വെള്ളം തല പറ്റി ഉടനെ തുമ്മാൻ തുടങ്ങും കേട്ടോ. ഇത് താഴെ കൊടുത്തു വിടാൻ വേണ്ടി എന്നിട്ട് പായസം എടുത്ത് വെച്ചിരുന്ന കേട്ടോ. അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കടിച്ചാൽ കുളിച്ചിട്ട് ഞാൻ കട്ടിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. അതുപോലെ തണുപ്പാണ്. കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ അടുക്കളയെല്ലാം ഒതുക്കി കടിച്ചാൽ എടുക്കട്ടെ. തണുപ്പെന്ന് പറഞ്ഞ തണുപ്പായില്ല.
അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നറിയാം. എന്നാലും ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിൽ വരാൻ വേണ്ടി മാത്രമുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്തോട് കൂടി ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.